ആക്ച്വലി എന്റെ എൻഗ്ലസ് പ്രിപ്പറേഷൻ ജേർണി ഭയങ്കര സിമ്പിൾ ആയിരുന്നു. കുറച്ച് അറ്റംപ്റ്റ് മുൻപ് ഉണ്ടായിരുന്നു. പക്ഷെ സംശയം ഉണ്ടായിരുന്നു എങ്ങനെയാ ഇത് വരുന്നത്. ഞാൻ ആർച്ചറും യുവോൾഡും ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ കീപ്പ് ഓൺ ഫെയിൽ ആയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ മാമിന്റെ വീഡിയോ യൂട്യൂബിൽ കാണുന്നുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു സ്റ്റേജിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മാമിന്റെ വേ ഓഫ് ടീച്ചിങ്, പിന്നെ അപ്രോച്ച്, ഒരു ക്വസ്റ്റിനെ എങ്ങനെ കാണേണ്ടത്, പിന്നെ എന്താ മാമിന്റെ ആ ഒരു സംസാരം കുറച്ചുകൂടെ കൺവീനിയന്റ് ആയിട്ട് തോന്നി. സോ മാമിനെ കോൺടാക്ട് ചെയ്തു. പിന്നെ ന്യൂ സ്റ്റൈൽ ഓഫ് ക്വസ്റ്റ്യൻസ്, കേസ് സ്റ്റഡി, അപ്പോ അതൊക്കെ കുറച്ചുകൂടി ഇൻസ്പിറേഷൻ ആയി. അപ്പൊ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ശരിയാവും തോന്നി. പിന്നെ മാം ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ ഞാനിങ്ങനെ ഡൗട്ട് ചോദിച്ചാലും അത് അപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് തന്നു. മാം ആയിക്കോട്ടെ, സ്മോ ആയിക്കോട്ടെ. അപ്പൊ അത് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയി. പിന്നെ എനിക്ക് തോന്നി ഹാർഡ് വർക്കിനേക്കാളും കൂടുതൽ ഒരാളുടെ അണ്ടറിൽ കറക്റ്റ് ആയിട്ട് നമ്മൾ ഡയറക്ഷണൽ ടീച്ചിങ് കുറച്ചുകൂടെ ആകുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷമാണല്ലോ. നമുക്ക് ഡൗട്ട് ക്ലാരിഫൈ ചെയ്യാനും ഇപ്പൊ തന്നെ ആ നോട്ട് കവർ ചെയ്ത് പോകാനും ഒക്കെ. അപ്പൊ അതൊരു ഈ ഒരു അവസ്ഥയിൽ എന്നാ പറയണ്ടേ, സന്തോഷത്തിനേക്കാളും കൂടുതൽ നമുക്ക് ഐ എം സോ ഗ്രേറ്റ്ഫുൾ ബിക്കോസ് ഓഫ് യു. അതിന്റെ എന്റെ ഒരു വലിയ ജേർണിയില് മാമിന്റെ അക്കാദമിയും കൂടെ പാർട്ടായില് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എൻഗ്ലിക്സ് കൂടുതലും തിയറി ബേസ് ചെയ്തിട്ടല്ല ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. പേഷ്യന്റ് സേഫ്റ്റി, നമ്മൾ ഏത് ക്വസ്റ്റ്യൻ എടുക്കുകയാണെങ്കിലും പേഷ്യന്റ് സേഫ്റ്റി ആണ് അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, നമ്മുടെ നോളജിനേക്കാളും കൂടുതൽ. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ളത് കീപ്പ് ഓൺ. നമുക്ക് ക്വസ്റ്റ്യൻ എന്താ നന്നായിട്ട് വായിച്ചു നോക്കുക. അതിനകത്ത് എലിമിനേറ്റ് മാം പറഞ്ഞ ആ ഒരു കറക്റ്റായിട്ട് മാം പറഞ്ഞ ആ ഒരു ടീച്ചിങ്, അതായത് എങ്ങനെ നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നു, പ്രയോറിറ്റൈസേഷൻ എങ്ങനെയാണോ കറക്റ്റായിട്ട് വർക്ക്ഔട്ട് ആകുന്നത്, അതനുസരിച്ച് മാത്രമേ നമുക്ക് ജയിക്കാൻ പറ്റത്തുള്ളൂ. കാരണം വെച്ചാൽ നമ്മൾ അവിടെ ചെന്നിരിക്കുമ്പോൾ നമ്മൾ ഈ പഠിപ്പിച്ച തിയറിയും എല്ലാം കൂടെ ഒരു ഇതായിട്ടാണ് കിടക്കുന്നത്, കൺഫ്യൂസ്ഡ് ആയിട്ട് കിടക്കുന്നത്. അപ്പൊ നമുക്ക് ഏത് ആൻസർ എന്നുള്ളത് ഒരിക്കലും നമുക്ക് കണ്ടുപിടിക്കാൻ ഈ മാം പറഞ്ഞ പോലെ പ്രയോറിറ്റൈസ് ചെയ്യാണ്ട് പറ്റത്തില്ല. എല്ലാ ആൻസർ തന്നെയാണ്. പക്ഷെ അത് ക്വസ്റ്റിനെ അത് ഞാൻ നേരിട്ട് കണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇത്രയും വട്ടവും 150 ക്വസ്റ്റ്യൻ റീച്ച് ചെയ്ത ഒരാളാണ്. അപ്പൊ 5 hours ഞാൻ നിന്നപ്പം അതിന്റെ ഒരു ടയർഡ്നെസ് ഉണ്ട്, നമുക്ക് വായിക്കാൻ പറ്റുന്നില്ല. ആ ഒരു ബുദ്ധിമുട്ട് ശരിക്കും ഉണ്ടായിരുന്നു. ശരിക്കും മാം പറഞ്ഞ ആ ഒരു രീതി തന്നെ ഞാൻ ഫോക്കസ് ചെയ്തത്. ഞാൻ വേറെ ഒന്നും ഒരു തിയറിയേക്കാളും കൂടുതൽ മാം പറഞ്ഞ ഒരൊറ്റ കാര്യം ഞാൻ നോക്കിയുള്ളൂ. മാം പറഞ്ഞ കാര്യങ്ങൾ ഫുള്ളും ഞാൻ ഫോളോ ചെയ്തേ. ഞാൻ വേറെ ഒന്നും ഫോക്കസ് ചെയ്തില്ല. എനിക്ക് ഇ.സി.ജിന്റെ ഒരു 3 ക്വസ്റ്റ്യൻ 4 ക്വസ്റ്റ്യൻ അടുപ്പിച്ച് വന്നു. ആക്ച്വലി ഈ കാർഡിയാക്ക് ഞാൻ കുറച്ച് വീക്കാണ്. അപ്പൊ അധികം ക്ലാസ് ഞാൻ മാമിന്റെ അടുത്ത് കാർഡിയാക്കിന്റെ അതിൽ എനിക്ക് കൺഫ്യൂഷൻ ഉള്ളപ്പോഴും മാം ഡയറക്ട്ലി പേഴ്സണലി ചോദിച്ചപ്പോഴും പറഞ്ഞു തന്നു കുറച്ച് കാര്യങ്ങൾ. എന്താ പറയണ്ടേ, തിയറിയെക്കാളും കൂടുതൽ ഇവർ ചോദിക്കുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മാം പറഞ്ഞ പോലെ ഇപ്പൊ വേറൊരു പ്ലേസിൽ നിന്ന് ഒരു നേഴ്സിനെ ഇങ്ങോട്ട് കൊണ്ടിട്ടു, ഇവരെങ്ങനെ അതിനെ അപ്രോച്ച് ചെയ്യുന്ന രീതിയിൽ, അതായത് നമ്മൾ ശരിക്കും ഹോസ്പിറ്റലിൽ ഉള്ള ഒരു റിയൽ സീനാരിയോ നമ്മൾ മൈൻഡിൽ കൊണ്ടുവന്നാൽ മാത്രമേ അത് വർക്ക്ഔട്ട് ആവത്തുള്ളൂ. അതിനെ ക്വസ്റ്റിന്റെ രീതി അപ്രോച്ച് ചെയ്യാണ്ട് അതൊരു പേഷ്യന്റ് ആണ്, നിങ്ങൾ നാളെ നോക്കാൻ പോകുന്ന ഒരു പേഷ്യന്റ് ആണെന്ന് ഒരു രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ എനിക്കൊന്ന് കുറച്ചുകൂടെ അത് വർക്കാവും. മാം പറഞ്ഞ ക്ലാസ്, വിസ്മയാൻ പറഞ്ഞ ക്ലാസ്, ഫാർമക്കോളജിന്റെ എനിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നു. കുറച്ച് ക്ലാസ് ഞാൻ നോട്ടിനേക്കാളും കൂടുതൽ ക്ലാസ് ശ്രദ്ധിക്കാൻ തുടങ്ങിയായിരുന്നു. ശ്രദ്ധിച്ചിരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, രാത്രിയിൽ ഇരുന്നിട്ടായാലും ഞാൻ ചിന്തിക്കാൻ തുടങ്ങി എങ്ങനെയാണ് അത് അവിടെ ശരിയായത്, ഇതെങ്ങനെയാ ശരിയായെന്നുള്ള ഒരു സംശയം വന്നപ്പം ഓട്ടോമാറ്റിക്കലി കീപ്പോൾ ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നു അതെങ്ങനെയാണ് എങ്ങനെ ആകുന്നത് എന്നൊരു സംശയം വന്നു. അപ്പം ആ ഒരു കണ്ടിന്യൂഷൻ, ഇപ്പം മാം പഠിപ്പിച്ച് ഫസ്റ്റ് ദിവസം തിയറി പഠിപ്പിച്ചു, നെക്സ്റ്റ് ഡേ ആ ക്വസ്റ്റ്യൻ ചെയ്യുമ്പം അഫ്കോഴ്സ് അത് നമുക്ക് കുറച്ചുകൂടെ മനസ്സിലോട്ട് കയറും. പിന്നെ അത് ഞാൻ അന്ന് തന്നെ പഠിച്ചു, പിറ്റേ ദിവസം മറന്നു പോകുന്ന ഒരാളാ. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാനത് കണ്ടിന്യൂസ്ലി ഇരിക്കാൻ തുടങ്ങി, അതിന് വേണ്ടിയിട്ട് സമയം കണ്ടുപിടിച്ച് ഇരിക്കാൻ തുടങ്ങി. എല്ലാ ഡിസീസും അങ്ങനെ കാണാൻ തുടങ്ങി. അപ്പം കുറച്ചുകൂടെ എനിക്ക് എനിക്ക് ഞാൻ സ്വയം പഠിച്ചതിനേക്കാളും കൂടുതൽ മാമിന്റെ ക്ലാസ് ആയിക്കോട്ടെ, ഫാർമക്കോളജി ക്ലാസ് എനിക്ക് നല്ലതായിട്ടത് എങ്ങനെയാ പറയുക, അത് നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആയി. ക്ലാസ്സിൽ ഏറ്റവും ചുരുങ്ങിയ രീതിയിലാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. കാരണം അതിൽ കൂടുതൽ പഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഞാൻ മാമിന്റെ വീഡിയോ കണ്ട എന്റെ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് മാമിന്റെ ക്ലാസ് ആ ഒരു ക്വസ്റ്റിനെ ബേസ് ചെയ്ത് മാം പറഞ്ഞ കുറച്ച് കാര്യങ്ങളാ. അപ്പോ വലിച്ചു വരും നമ്മൾ. കാരണം ഒരു കാര്യത്തെ പറ്റി ചോദിക്കുമ്പോൾ, ഇപ്പോ ഡയബറ്റീസിനെ പറ്റി പഠിക്കുമ്പോൾ നമുക്ക് നേഴ്സിംഗ് പഠിച്ച പോലെ തന്നെ എല്ലാവരും ഓൾറെഡി ബേസ് പഠിച്ചിട്ടാണ് വന്നത്. സോ വീണ്ടും നമ്മൾ കീപ്പ് ഓൺ അതിനെപ്പറ്റി പഠിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എന്റെ ഒരു കാര്യം വെച്ചിട്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. നമുക്ക് നോളജ് വേണം. ഓൾറെഡി നമ്മൾ നേഴ്സിംഗ് പാസ്സായി വന്ന ഒരാളാണ്. അപ്പൊ കൂടുതൽ അതിനെപ്പറ്റി അറിയേണ്ടവർക്ക് പഠിക്കാം. നമുക്ക് പഠിക്കാൻ ഒരുപാട് മീഡിയസ് ഉണ്ട്. പക്ഷെ നമുക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ മാം തരുന്ന ആ ഒരു കറക്റ്റ് ടീച്ചിങ്, ആ ഒരു എങ്ങനെയാണ് അതിലോട്ട് എത്തുന്നുള്ള ഒരു കറക്റ്റ് കാര്യം മാം പറയുന്നുണ്ട്. അത് മാത്രം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. എനിക്കൊന്ന് തിയറി ഇങ്ങനെ കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ച് സിമ്പിൾ ഒരു കാര്യം, ഡയബറ്റീസ് എന്താണ് നോർമലി എല്ലാവരും അറിയുന്ന പോലെ തന്നെ, പിന്നെ അതിന്റെ ആക്ഷൻ, അതിന്റെ മെഡിസിൻ എന്താണ്, നോർമലുള്ള കാര്യങ്ങൾ അറിയുക, പേഷ്യന്റ് സേഫ്റ്റി, അത് മാത്രം നോക്കിയാൽ മതി. ഞാൻ ക്ലാസ്സിൽ ഫസ്റ്റ് ജോയിൻ ചെയ്തപ്പോൾ എനിക്കൊന്ന് ഞങ്ങൾ 4 പേരെ ഉള്ളായിരുന്നു. അപ്പോ ആദ്യം എനിക്ക് സംശയം ചോദിക്കാൻ എനിക്കൊരു മടിയായിരുന്നു. പക്ഷെ പിന്നെ ഞാൻ ഓർത്തു അത് ചോദിച്ചാലാണല്ലോ അത് ക്ലിയർ ചെയ്യേണ്ടത്. പക്ഷെ കൂടുതൽ ക്ലാസ്സിൽ അറ്റൻഷൻ കിട്ടാൻ തുടങ്ങി.
അവര് നമ്മൾ ചോദിക്കുന്ന കാര്യത്തിനെല്ലാം, അതിപ്പോ മാം ആയിക്കോട്ടെ വിസ്മയ ആയിക്കോട്ടെ, ചോദിക്കുന്ന കാര്യത്തിന് ഇപ്പം അത് അപ്പം കിട്ടിയില്ലെങ്കിൽ ഒരു പിന്നീട് പറഞ്ഞു തരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. കണ്ടത് ഇങ്ങനെയാണ്. എല്ലാവർക്കും ക്ലാസ്സിൽ എൻഗേജ് ചെയ്യാനും ഡൗട്ട് ചോദിക്കാനും അവരുടെ ഒരു, എല്ലാ മനുഷ്യർക്കും പല രീതിയിലുള്ള ഇതാണല്ലോ. അപ്പൊ അതൊരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു. അതിപ്പോ നമ്മളിപ്പോ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി പഠിക്കുന്നുള്ളതല്ല, നമുക്ക് മാമിന്റെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ എനിക്ക് കണ്ട ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യം, ക്ലാസ്സിൽ എല്ലാവരും എൻഗേജ് ചെയ്ത് എല്ലാവരോടും ക്വസ്റ്റ്യൻ ചോദിച്ച് പേരെടുത്ത് വിളിച്ചിട്ടായാലും ചോദിക്കുന്ന ഒരു കാര്യം, അത് ഇറ്റ്സ് ഗ്രേറ്റ്ഫുൾ. ക്ലാസ് ഓൾമോസ്റ്റ് എല്ലാം നമുക്ക് ചില കാര്യങ്ങൾ ഇംഗ്ലീഷ് പറയാനേ പറ്റത്തുള്ളൂ. പക്ഷെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും മലയാളത്തിൽ അതിനെ മാമിന് മാക്സിമം മാം എഫേർട്ട് ഇട്ടിട്ട് മലയാളത്തിൽ പറഞ്ഞു തന്ന് ക്ലിയർ ചെയ്തത് എല്ലാ ദിവസത്തെ അന്നത്തെ കാര്യമായെങ്കിലും അതിപ്പോ ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളായാലും അത് ക്ലിയർ ചെയ്ത് പോയതുകൊണ്ട് അത് മലയാളത്തിൽ തന്നെ പറഞ്ഞ് അത് ആളനുസരിച്ച് അതിപ്പോ ആര് ചോദിച്ചാലും ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്ന് പറഞ്ഞ് നാം ക്ലിയർ ചെയ്ത് പോകാറുണ്ട്. അപ്പൊ അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം. അത് ആര് ചോദിച്ചാലും എല്ലാവരോടും ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അത് മനസ്സിലായോ, എല്ലാവരോടും ചോദിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരോടും ഇപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാലും ബിസ്മി മാം ആയിക്കോട്ടെ മാം ആയിക്കോട്ടെ, നിങ്ങൾക്ക് അത് മനസ്സിലായോ, എല്ലാവർക്കും അത് മനസ്സിലായോ, എല്ലാവർക്കും അത് കിട്ടിയോ എന്ന് ചോദിക്കുന്നത് ഒരു സന്തോഷമുള്ള കാര്യമാണ്. മാം എങ്ങനെ ഈ അക്കാദമി എടുത്തു തുടങ്ങിയെന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ അത് ഒത്തിരി പേരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒത്തിരി പേർക്കും മെൻക്ലെക്സ് കിട്ടാത്തൊരു കാര്യമാണെന്നൊരു ഇതുണ്ട്. പക്ഷെ അത് നമുക്ക് എല്ലാവർക്കും പറ്റും എന്ന് കാണിച്ചു കൊടുക്കാൻ കുറച്ച് പേർക്കല്ലേ പറ്റൂ. അപ്പോ അതില് വൺ ഓഫ് ദ ബെസ്റ്റ് ഒരാളാണ് നിങ്ങളെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താ പറയാ, അപ്പൊ അതില് എനിക്ക് കൺഗ്രാജുലേഷൻ തന്ന അതേ കാര്യങ്ങൾ തന്നെ മാമിനും എന്റെ വിജയത്തിലൊരു വലിയ പങ്കുണ്ട്. സോ താങ്ക് യു സോ മച്ച്. കീപ്പ് ഓൺ ഫെയിലിയറും അങ്ങനെ കുറച്ച് ഇഷ്യൂസ് എല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോ നമ്മൾ ഡൗൺ ആയിരിക്കുന്ന ഒരു ബേസിലാണ് മാമിന്റെ വീഡിയോ കാണുന്നത്. പിന്നെ പുറത്തു വരാൻ ആ ഒരു ഇതിൽ നിന്ന് പുറത്തു വരാൻ ഭയങ്കര പാടാണല്ലോ. അപ്പൊ അതൊരു വിജയം വരുമ്പോഴും നമുക്ക് അംഗീകരിക്കാനും പെട്ടെന്നൊരു എക്സൈറ്റ്മെന്റും സന്തോഷവും എന്താ പറയുക, പറയാൻ പറ്റാത്തൊരു ഇമോഷണൽ കാര്യമാണ്. അപ്പം അതില് എന്റെ ആ സന്തോഷത്തില് മാമും മാമിന്റെ അക്കാദമിയും മാമിന്റെ കൂടെയുള്ള കൊളീഗ്സും എല്ലാം എല്ലാരും ഇൻവോൾവ് ആയിട്ടുണ്ട്. സോ എന്റെ ഹൃദയത്തിൽ നിന്നിട്ട് താങ്ക് യു. ആക്ച്വലി എനിക്ക് ഫസ്റ്റ് ഒരു 20 ക്വസ്റ്റ്യൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പം തൊട്ട് ഹാർഡസ്റ്റ് ക്വസ്റ്റ്യൻ വരാൻ തുടങ്ങി. സോ കുറച്ച് കാര്യങ്ങൾ വായിച്ചു നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് വായിച്ചിട്ട് കിട്ടുന്നില്ലത്. അപ്പൊ കുറെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ മാം പറഞ്ഞ ആ ഒരു സെയിം സാധനം തന്നെ അപ്ലൈ ചെയ്തു. കാരണം നമുക്ക് അറിയത്തില്ല ക്വസ്റ്റ്യൻ അവിടെ എവിടെയാ, പ്രയോറിറ്റൈസേഷൻ ആണോ ABC ആണോ എന്താ ഉദ്ദേശിക്കുന്നത്, നമുക്ക് ആ ഒരു കൺസെപ്റ്റ് കിട്ടാണ്ട് നമുക്ക് വായിച്ചു നോക്കിയിട്ട് നമുക്ക് എന്ത് അറിഞ്ഞിട്ടും കാര്യമില്ല എന്നുള്ള കാര്യം മാം പറഞ്ഞൊരു കാര്യം ക്വസ്റ്റ്യൻ ഞാൻ ഓർത്തു. അപ്പം ആ ഡിസീസ് കണ്ടീഷനെ പറ്റി ഒന്നും ഓർത്തില്ല. അവരെന്താ ചോദിച്ചത് മാത്രം ഞാൻ റിപ്പീറ്റ് കീപ്പ് ഓൺ ഞാൻ വായിച്ചു അതിന്റെ ഓപ്ഷൻ ഒന്നുകൂടെ വായിച്ചു. മാം പറഞ്ഞ സെയിം എലിമിനേറ്റ് ചെയ്യുന്ന സ്ട്രാറ്റജി അവിടെ അപ്ലൈ ചെയ്തു. അങ്ങനെ തന്നെയാണ് ഞാൻ പാസ്സായെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ വിജയമല്ല, അത് മാം തന്ന ഒരു മോട്ടിവേഷൻ, മാം തന്ന ടീച്ചിങ്, അത് മാത്രം കൊണ്ടാണ് പാസ്സായത്.